Ramanuja Institute of Accounting. Your perfect career craftsman. Hi all, you're welcome to Basic Accounting class. ഇന്ന് ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ് 6 ആണ്. കഴിഞ്ഞ പാർട്ടിൽ എന്താണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പഠിച്ചല്ലോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിട്ടേൺ ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് റിട്ടേൺ ഓഫ് ഗുഡ്സ്? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ ടു ദ സപ്ലയർ ഡ്യൂ ടു വേരിയസ് റീസൺസ് ആർ കോൾഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഒരു കസ്റ്റമർ സപ്ലയർക്ക് ഗുഡ്സ് തിരികെ നൽകുകയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? റിട്ടേൺ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നു. അപ്പൊ ഒരു കസ്റ്റമർ സപ്ലയർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്ലയർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇതിനെയാണ് റിട്ടേൺ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ആണുള്ളത്. ഒന്ന് പെർച്ചേസ് റിട്ടേൺ, മറ്റൊന്ന് സെയിൽസ് റിട്ടേൺ. എന്താണ് പർച്ചേസ് റിട്ടേൺ? ഗുഡ്സ് പർച്ചേസ്ഡ് ആർ റിട്ടേൺഡ് ടു ദ സപ്ലയർ ഡ്യൂ ടു വേരിയസ് റീസൺസ്. അതാണ് പർച്ചേസ് റിട്ടേൺ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വാങ്ങിച്ച ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണോ ജേണൽ എൻട്രി വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി ആയിരിക്കും പർച്ചേസ് റിട്ടേണിന്റെ കേസിൽ വരുന്നത്. പക്ഷേ പർച്ചേസ് എന്ന ടേമിന് പകരം നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന ടേം യൂസ് ചെയ്യണം. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം സപ്ലയർ ഓർ ക്രെഡിറ്റർ. അപ്പൊ എന്താണ് ജേണൽ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സപ്ലയർ ഓർ ക്രെഡിറ്റർ. അപ്പൊ ഈ ഒരു എൻട്രിയുടെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പർച്ചേസ് എന്ന ടേമിന് പകരം പർച്ചേസ് റിട്ടേൺ എന്ന ടേം യൂസ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി വരുന്നത്? പർച്ചേസിന്റെ കേസിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ്. അപ്പൊ റിട്ടേണിന്റെ കേസിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി സപ്ലയർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് റിട്ടേൺഡ് ടു അക്ബർ ₹2000. അപ്പൊ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി പറയാം? അക്ബറിന് ഗുഡ്സ് തിരിച്ചു നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്ററിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അക്ബർ എന്ന സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ലയബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി അക്ബർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേണിന്റെ കേസിൽ ജേണൽ എൻട്രി വരുന്നത്. അപ്പൊ നമ്മൾ പർച്ചേസിന്റെ ജേണൽ എൻട്രി ഓർക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി പർച്ചേസിന് പകരം നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന ടേം ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ. എന്താണ് സെയിൽസ് റിട്ടേൺ? ഗുഡ്സ് സോൾഡ് ടു ദ കസ്റ്റമർ ആർ റിട്ടേൺഡ് ഡ്യൂ ടു വേരിയസ് റീസൺ. എന്തെങ്കിലും കാരണം കൊണ്ട് നാം കസ്റ്റമർക്ക് സെയിൽ ചെയ്ത ഗുഡ്സ് തിരിച്ചു വരികയാണെങ്കിൽ അതിന് എന്ത് പറയുന്നു? സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നു. അപ്പൊ സെയിൽസ് റിട്ടേണിന്റെ കേസിൽ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി പറയാം? സെയിൽസിന്റെ ജേണൽ എൻട്രി എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി നൽകുക. എന്താണ് സെയിൽ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി? കസ്റ്റമർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇതാണ് സെയിൽസിന്റെ കേസിൽ വരുന്ന ജേണൽ എൻട്രി. അപ്പൊ സെയിൽസ് റിട്ടേണിന്റെ കേസിൽ ഈ സെയിൽസ് എന്ന ടേമിന് പകരം നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന ടേം യൂസ് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും സെയിൽസ് റിട്ടേണിന്റെ കേസിൽ ജേണൽ എൻട്രി? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. ഇതാണ് സെയിൽസ് റിട്ടേണിന്റെ കേസിൽ വരുന്ന ജേണൽ എൻട്രി. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം രാജ് ₹1000. രാജിൽ നിന്നും 1000ന്റെ ഗുഡ്സ് റിട്ടേൺ ആയി തിരിച്ചു വന്നു. അപ്പൊ അതെന്താണ്? സെയിൽസ് റിട്ടേൺ. അപ്പൊ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി പാസ് ചെയ്യാം? കസ്റ്റമർ ഗുഡ്സ് തിരിച്ചു തരുന്നു, സെയിൽസ് റിട്ടേൺ ആണ് അല്ലെ. അപ്പൊ ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ. ജേണൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു രാജ്, എമൗണ്ട് 1000. നരേഷൻ എന്ത് പറയാം? ഗുഡ്സ് റിട്ടേൺഡ്. അത്രയും പറഞ്ഞാൽ തന്നെ ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതെന്ത് റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ ആണ്. അപ്പൊ ഇങ്ങനെയാണ് റിട്ടേൺ ഓഫ് ഗുഡ്സിന്റെ കേസിൽ നമ്മൾ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ടൈപ്പ് റിട്ടേൺ ആണ് ഉള്ളത്. ഒന്ന് പെർച്ചേസ് റിട്ടേൺ, മറ്റൊന്ന് സെയിൽസ് റിട്ടേൺ. പെർച്ചേസ് റിട്ടേണിന്റെ കേസിൽ ജേണൽ എൻട്രി സപ്ലയർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു പെർച്ചേസ് റിട്ടേൺ.
സെയിൽസ് റിട്ടേണിന്റെ കേസിൽ ജേണൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമർ. അപ്പൊ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് നൽകിയിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിട്ടേൺ മാത്രമല്ല ഇതിലുള്ളത്, ഇതുവരെ നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അതിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ ഇവിടെ ഉണ്ട്. മുഴുവൻ ജേണൽ എൻട്രി പാസ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ജേണൽ എൻട്രി. അപ്പൊ ഇവിടെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. പ്രിപ്പയർ ജേണൽ. അപ്പൊ ഒരു ജേണലിന്റെ ഫോർമാറ്റ് വരക്കുക. ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു അല്ലെ? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് വരക്കുക. ഡേറ്റ് കോളത്തിൽ 2010 April 1. എന്താണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10 lakh. അപ്പൊ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് April 2 ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ₹1 lakh. 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് 1 lakh. നറേഷൻ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റഡ്. നെക്സ്റ്റ് April 3 purchased goods from Mohan ₹2,50,000. അപ്പൊ ജേണൽ എൻട്രി purchase account ഡെറ്റർ ടു മോഹൻ എമൗണ്ട് 2,50,000. നറേഷൻ bought goods അല്ലെങ്കിൽ purchased goods. നെക്സ്റ്റ് പെയ്ഡ് സ്റ്റേഷനറി ₹1,500. April 4 അപ്പൊ ഡേറ്റ് April 4 നൽകുക. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് 1,500. നറേഷൻ പെയ്ഡ് സ്റ്റേഷനറി. പെർട്ടിക്കുലർസ് കോളം ക്ലോസ് ചെയ്യുക. April 5 ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ ₹10,000. ഗുഡ്സ് റിട്ടേൺ ടു മോഹൻ എന്ത് റിട്ടേൺ ആയിരിക്കും? തിരിച്ചു നൽകുമ്പോൾ അത് പെർച്ചേസ് റിട്ടേൺ ആയിരിക്കും. ജേണൽ എൻട്രി മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു പെർച്ചേസ് റിട്ടേൺ എമൗണ്ട് നൽകുക. നറേഷൻ റിട്ടേൺഡ് ഗുഡ്സ്. നെക്സ്റ്റ് April 6 സോൾഡ് ഗുഡ്സ് ടു കിരൺ ₹50,000. 50,000 രൂപയുടെ ഗുഡ്സ് കിരണിന് സെയിൽ ചെയ്തു. അപ്പൊ ജേണൽ എൻട്രി കിരൺ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എമൗണ്ട് 50,000. നറേഷൻ സോൾഡ് ഗുഡ്സ്. April 7 പെയ്ഡ് ക്യാഷ് ടു മോഹൻ ₹50,000. അപ്പൊ ജേണൽ എൻട്രി മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് 50,000. നറേഷൻ ക്യാഷ് പെയ്ഡ്. April 8 ക്യാഷ് റിസീവ്ഡ് ഫ്രം കിരൺ ₹30,000. ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കിരൺ എമൗണ്ട് 30,000. നറേഷൻ ക്യാഷ് റിസീവ്ഡ്. April 9 വിഡ്രോൺ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് ₹2,000. പേഴ്സണൽ യൂസിന് എന്ത് വിഡ്രോ ചെയ്താൽ അതിന് എന്ത് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്. ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് പെർച്ചേസ് അക്കൗണ്ട്. അപ്പൊ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പെർച്ചേസ് അക്കൗണ്ട്. എമൗണ്ട് നൽകുക. നരേഷൻ ഗുഡ്സ് വിഡ്രോൺ. April 10 ബോട്ട് മെഷീനറി ഫ്രം മെഷീൻ ലാൻഡ് ₹50,000. മെഷീൻ ലാൻഡിൽ നിന്നും മെഷീനറി വാങ്ങിച്ചു. അപ്പൊ അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതോടൊപ്പം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ജേണൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു മെഷീൻ ലാൻഡ് എമൗണ്ട് നൽകുക. നരേഷൻ ബോട്ട് മെഷീനറി. April 11 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ₹25,000. അപ്പൊ അതെന്ത് വിഡ്രോവൽ ആണ്? ബിസിനസ് പെർപ്പസിനുള്ള വിഡ്രോവൽ ആണ്. പേഴ്സണൽ വിഡ്രോവൽ ആണെങ്കിൽ അത് പേഴ്സണൽ വിഡ്രോവൽ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പൊ ഇവിടെ ഒന്നും പറയാത്ത കേസിൽ അതെന്താണ്? ബിസിനസ് പെർപ്പസിനുള്ള വിഡ്രോവൽ ആണ്. അപ്പൊ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എമൗണ്ട് നൽകുക. നറേഷൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ₹10,000. അപ്പൊ അത് ബാങ്കിൽ നിന്നാണെന്ന് പറയുന്നില്ല. അപ്പൊ എവിടെ നിന്നായിരിക്കും? ബിസിനസ്സിൽ നിന്നായിരിക്കും. പേഴ്സണൽ വിഡ്രോവലിന് പറയുന്ന പേരെന്താണ്? ഡ്രോയിങ്സ്. അപ്പൊ ജേണൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ എമൗണ്ട് നൽകുക. നറേഷൻ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. April 13 പെയ്ഡ് സാലറി ₹20,000. അപ്പൊ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് 20,000. നറേഷൻ പെയ്ഡ് സാലറി. April 14 ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം കിരൺ. അത് എന്ത് റിട്ടേൺ ആണ്? സെയിൽസ് റിട്ടേൺ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ജേണൽ എൻട്രി നൽകുക? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു കിരൺ എമൗണ്ട് നൽകുക. നറേഷൻ ഗുഡ്സ് റിട്ടേൺഡ്. 15 പെയ്ഡ് റെന്റ് ₹10,000. അത് എക്സ്പെൻസ് ആണ്. ജേണൽ എൻട്രി റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് നൽകുക. നറേഷൻ പെയ്ഡ് റെന്റ്. April 16 റിസീവ്ഡ് കമ്മീഷൻ ₹25,000. ഇതാണ് ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. നറേഷൻ റിസീവ്ഡ് കമ്മീഷൻ.
അപ്പൊ ഇത്രയാണ് ഈ ട്രാൻസാക്ഷൻസിൽ വരുന്ന ജേണൽ എൻട്രി. ആദ്യം ഈ ജേണൽ എൻട്രി തനിച്ച് ചെയ്യുക, അതിനുശേഷം കമ്പയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓരോ ടൈപ്പ് ജേണൽ എൻട്രി എങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഏത് ടൈപ്പ് ആയാലും അക്കൗണ്ടിങ് റൂളിനെ ബേസ് ചെയ്ത് തന്നെയാണ് എല്ലാ ജേണൽ എൻട്രിയും പാസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് റൂൾ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ജേണലിൽ നമ്മൾ സിമ്പിൾ ജേണൽ എൻട്രി ചെയ്തു, പിന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്തു, ഇപ്പോൾ റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഇനി വരാനുള്ളത് ഡിസ്കൗണ്ട് ആണ്, അതിനുശേഷം GST. അപ്പൊ ഇതുവരെയുള്ള ബേസിക് അക്കൗണ്ടിങ് ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്